ജിൽഹി കേൾക്കാം. തീർച്ചയായും അതായത് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഇവിടെ നിന്നും പോവുകയാണ്. എന്തായാലും അതായത് ഇപ്പോൾ കോടതിയിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ കോടതിയിൽ നിന്നുള്ള കോൾ, അതായത് കോടതിയുടെ നിർദ്ദേശപ്രകാരം നമുക്കറിയാം ആ വിധി പ്രസ്താവിച്ചത് ഇത്തരത്തിലായിരുന്നു. കോടതിയുടെ നിർദ്ദേശപ്രകാരം ബോച്ചെ അല്പസമയത്തിനുള്ളിൽ തന്നെ ബോച്ചയ്ക്ക് കോൾ വരും. അതുകൊണ്ടാണ് ബോച്ച ഇപ്പോൾ ബോച്ചയുടെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ തൃശ്ശൂരിലെ വീട്ടിൽ നിന്നും പോയിരിക്കുന്നത്. ഇവിടെ നിന്ന് മാറിയിരിക്കുന്നു. ആ കോടതിയുടെ കോൾ വരുന്നത് വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മുടെ കാണുമ്പോൾ പറഞ്ഞത്. കൃത്യമായി തന്നെ ബോച്ച കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതായത് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. അതായത് താൻ ഇതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. താൻ കോടതിയോടും ഇതിൽ വേദനപ്പെട്ട ആ നടിയോടുമുള്ള ദ്വയാർത്ഥ പ്രയോഗത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ദ്വയാർത്ഥ പ്രയോഗത്തിൽ തനിക്ക് തെറ്റ്, കോടതി പറഞ്ഞപ്പോൾ തനിക്ക് തെറ്റ് മനസ്സിലായി. ഇനി അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ താൻ ഉപയോഗിക്കില്ല എന്ന് കൃത്യമായി തന്നെ ബോബി ചെമ്മണ്ണൂർ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഇനി തന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നു. പക്ഷേ ഇത്തരത്തിൽ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട നടിമാരെയും മറ്റുള്ളവരെയും ഒക്കെ തന്നെ വിളിച്ച് ഉദ്ഘാടനങ്ങൾ മുന്നോട്ട് പോകും. പക്ഷേ ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാകില്ല, തനിക്ക് കോടതി പറഞ്ഞതിലും തെറ്റ് മനസ്സിലായി എന്ന് ബോബി കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ കോടതിയിൽ നിന്നുണ്ടായ, അതായത് എന്തുകൊണ്ടാണ് ഇന്നലത്തെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നുള്ള കൃത്യമായ വിശദീകരണം ബോച്ചയുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അത് ബോബി ചെമ്മണ്ണൂർ പറയുന്നത് ഇത്തരത്തിലാണ്. അതായത് താൻ ഈ വിഷയത്തിൽ, അതായത് ഒപ്പിടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇന്നലെ തന്റെ മുൻപിൽ ഈ കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഒപ്പിടില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിട്ടില്ല. തന്റെ മുൻപിലേക്ക് ഇന്നലെ ഈ ഒപ്പിടേണ്ട ആവശ്യമായി ബോണ്ടിന്റെ ഒപ്പിടേണ്ട എത്തിയിട്ടില്ല. അത് ഇന്ന് രാവിലെയാണ് എത്തിയത്. ഇന്ന് രാവിലെ എത്തിയപ്പോൾ താൻ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. ഈ ബോണ്ടിൽ ഒപ്പിടില്ല എന്ന് പറയുന്നത് അത്തരത്തിൽ പ്രചരിച്ച വാർത്തകൾ തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കോടതിയുടെ, അതായത് ഈ കോടതിയിൽ നിന്നുള്ള ഒരു പ്രതികരണം, കോടതിയുടെ പ്രതികരണം ഉണ്ടായത് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ പുറത്തായിരിക്കാം എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട, അതായത് ബോണ്ട് ഒപ്പിടുന്നതും അതുപോലെ തന്നെ ഈ ജയിലുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, അതായത് ജയിലിലെ ചില ആളുകൾക്ക്, തടവുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ആളുകളുണ്ട്. അവർ ഇറങ്ങാൻ കഴിയാത്തതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ച് താൻ വരുന്നില്ല, പുറത്തേക്ക് ഇറങ്ങില്ല എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു അഭിപ്രായം തനിക്കുണ്ട്. അതായത് ജയിലിൽ നിന്നും ഈ ചെറിയ ശിക്ഷകൾ അനുഭവിക്കുന്ന, വലിയ കുറ്റങ്ങൾ അനുഭവിക്കാത്ത ആളുകളുണ്ട്. അവർക്ക് ഈ വലിയ കുറ്റങ്ങൾ അനുഭവിക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഈ തുക കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. അത്തരം ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സഹായം താൻ ചെയ്യും. അതിന്റെ പേരിൽ പുറത്തേക്ക് ഇറങ്ങില്ല എന്ന് പറയുന്നത് ശരിയല്ല. അത്തരത്തിൽ താൻ പറഞ്ഞിട്ടില്ല. കാരണം തന്റെ അടുത്തേക്ക് പോണ്ടിന് എത്തിയത് ഇന്ന് രാവിലെയാണ്. അതുകൊണ്ട് താൻ പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ളവരെ ഇനിയും സഹായിക്കും എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. മറ്റു രണ്ട് കാര്യങ്ങളും, അതായത് ബോച്ചയ്ക്കെതിരായ കാര്യങ്ങളെ പൂർണ്ണമായി നിഷേധിച്ച രംഗത്തെത്തുന്നു. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഇനി ഉണ്ടാകില്ല എന്നുള്ള കാര്യം ബോച്ച